അപ്പോൾ എല്ലാവർക്കും സൈബർ ടെക്കി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക എന്ന വീഡിയോയാണ്. അപ്പോൾ അധികം സമയം വൈകിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കാണിക്കാം. നിങ്ങൾക്കിവിടെ എൻ്റെ ഗൂഗിളിൻ്റെ ജിമെയിൽ ആപ്പ് കാണാം. ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ സർക്കിൾ ഷേപ്പിൽ നിങ്ങളുടെ ജിമെയിലിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മുകളിൽ തന്നെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സെലക്ട് ചെയ്ത ഇമെയിൽ ഐ ഡിയുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഹോം എന്ന ഓപ്ഷനിലായിരിക്കും ആദ്യം നിങ്ങൾ എത്തിച്ചേരുന്നത്. അതിനുശേഷം പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞ് കാണാം. അതിനുശേഷം ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാം. ഈ സെക്യൂരിറ്റി എന്ന ഓപ്ഷനിലാണ് നമുക്ക് അടുത്തത് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സെക്യൂരിറ്റി സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ഓഫാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഒരു പേജിലോട്ട് കയറി ചെല്ലും. അപ്പോൾ ഇതിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ താഴെ ഈ പേജ് ഓപ്പൺ ആയി വന്നതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതാണ്. ആ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതാണ്. ഞാൻ പാസ്വേഡ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോണ് സെക്കൻഡ് വെരിഫിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നു എന്നൊരു ഓപ്ഷനായിട്ട് താഴെ കാണാം. അതായത് നമ്മൾ എപ്പോഴെങ്കിലും മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് പെർമിഷൻ കൊടുക്കാം. അല്ല നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരണം എന്നാണെന്നുണ്ടെങ്കിൽ താഴെ ഷോ മോർ ഓപ്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി കീ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിന് താഴെ ടെക്സ്റ്റ് മെസ്സേജ് ഓർ വോയിസ് കോൾ, ഗെറ്റ് കോഡ്സ് ബൈ ടെക്സ്റ്റ് മെസ്സേജ് ഓർ ഫോൺ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നതായിരിക്കും. ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. താഴെ അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജ് ഓർ ഫോൺ കോൾ എന്ന 2 ഓപ്ഷൻ കാണാം. അതിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്നത് ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ആ വെരിഫൈഡ് ആയിട്ടുള്ള നമ്പറിലോട്ട്, നമ്മൾ കൊടുത്ത നമ്പറിലോട്ട് ഇപ്പോൾ ഒരു OTP ഗൂഗിൾ അയക്കുന്നതാണ്. എൻ്റെ OTP വന്നിട്ടുണ്ട്. ആ OTP അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ കാണാം ഇറ്റ് വർക്ക്, ടേൺ ഓൺ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളോടുള്ള ഒരു വെരിഫിക്കേഷന് വേണ്ടി അവർ ചോദിക്കുന്നതാണ് യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ. അതിൽ താഴെ ടേൺ ഓൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇവിടെ കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് ഓൺ സിൻസ് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് അവിടെ കാണാവുന്നതാണ്. ഒപ്പം തന്നെ ടേൺ ഓഫ് എന്നുള്ള ഒരു ഓപ്ഷനും കാണാം. അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇതിൽ ഇപ്പം നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിളിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഒരു ഇൻഡു മാർക്ക് കാണും. ആ എക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ആദ്യത്തെ പോലെ നമ്മുടെ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ്, അതായത് മാനേജ്മെൻറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കി അതിൽ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നതിൽ താഴെ ഒരു ബ്ലൂ കളറിൽ ടിക്കും ഓൺ എന്ന ഒരു ഓപ്ഷനും കാണാവുന്നതാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ആ ഒരു ഇമെയിൽ അക്കൗണ്ടിൽ ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത്
നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. ആ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അറിവ് നമ്മുടെ കൂട്ടുകാരിലും മറ്റു ബന്ധുക്കളിലും എല്ലാവരും അറിയിക്കാനായിട്ട് താഴെ ഷെയർ എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളും നോളജുകളും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്. കാരണം കൂടുതൽ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആവാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.